AR ആകാശിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചോദ്യം എൻ്റെ സബ്സ്ക്രൈബിനോടും പിന്നെ ജനങ്ങളോടുമാണ്. ശ്രീരേഖ ചേച്ചി ഒരു ഇൻ്റർവ്യൂ എന്ന് പറയാണ്, ജിൻഡോ എന്ന വ്യക്തി ഒരു മണ്ടനല്ല, ജിൻഡോ എന്ന വ്യക്തി ഒരു മണ്ടനല്ല, ജിൻഡോ എന്ന വ്യക്തി ഒരു മണ്ടനല്ല. സോ ഗൈസ്, ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഹൗസിൽ എത്ര പേരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആദ്യം 10-20 പേരുണ്ടായിരുന്നു, അല്ലെ 20 പേരുണ്ടായിരുന്നു. ആ 20 പേരും മാത്രമാണ് പറയുന്നത് ജിൻഡോ ഒരു മണ്ടനാണ്, ജിൻഡോ ഒരു മണ്ടനാണ്, ജിൻഡോ ഒരു മണ്ടനാണ്. ഇന്നേ വരെ കേരള സമൂഹം പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരൻ ചെയ്ത അച്ചീവ്മെൻറ്റൊക്കെ ഞങ്ങൾ പറഞ്ഞ് പാടിയിട്ടുള്ളൂ. കാര്യം പുള്ളിക്കാരൻ ചെയ്ത അച്ചീവ്മെൻ്റ് ഇല്ല. പുള്ളിക്കാരൻ സെലിബ്രിറ്റീസിന് മാത്രമാണ് ബോഡി ബിൽഡിങ് ചെയ്യുന്നത്, അല്ലാത്തവരെയും ചെയ്യുന്നുണ്ട്. കൂടുതലും ഒരുപാട് ട്രോഫി, ഒരുപാട് ജില്ലകളിൽ ചെന്ന് ഒരുപാട് സ്ഥലത്ത് റണ്ണറപ്പായിട്ട് ഒരുപാട് ട്രോഫിയും കാര്യങ്ങളെല്ലാം മേടിച്ച പുള്ളിക്കാരനാണ്. ഫോർ എക്സാമ്പിൾ, ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് വന്ന ഒരുപാട് പേർക്ക് ട്രെയിൻ ചെയ്തത് ഈ പുള്ളിക്കാരനാണ്. എന്നിട്ട് കണ്ട ഭാഗം പോലും അതിൻ്റെ അകത്തുള്ള ആരും കാണിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ നോറ, പിന്നെ അതുപോലെ തന്നെയാണ് ശരണ്യക്ക് പോയി ഇപ്പോൾ ഈ ആഴ്ച. ഇവരെല്ലാവരെയും ജിൻഡു ട്രെയിൻ ചെയ്തതാണ്. ആ ഫോട്ടോസ് എല്ലാം സോഷ്യൽ മീഡിയ വൈറലായതുമാണ്. ജിൻഡു ഒരു മണ്ടനായതുകൊണ്ടാണോ ഇവർ രണ്ടുപേരും ട്രെയിൻ ചെയ്യാൻ പോയിപ്പിച്ചത്? അല്ല, ജിൻഡുവിൻ്റെ അടുത്ത് പോയതല്ല. ജിൻഡു ഒരു വെൽ പ്ലേ ആണ്. ശ്രീരേഖ ചേച്ചി ഇൻ്റർവ്യൂ പറഞ്ഞത് വെച്ചാൽ ജിൻഡു ഒരു മണ്ടനല്ല, ജിൻഡു ഒരു പാട്ടിലൂടെ അത് പാടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ജിൻഡു ഒരു മണ്ടനല്ലെന്ന്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ മാത്രമല്ല കേരള സമൂഹം പറയുന്നുണ്ട്, ജിൻഡു ഒരു മണ്ടനല്ല. നിങ്ങൾ മണ്ടനാക്കി ശ്രമിക്കുന്നതാണ്. ഈ ബിഗ് ബോസ് ഹൗസിനുള്ള എല്ലാവരും കൂടെ ചേർന്ന് സംസാരിക്കുന്നതാണ് ജിൻഡു ഒരു മണ്ടൻ, ജിൻഡു ഒരു മണ്ടൻ. കേരള സമൂഹം ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ജിൻഡു ഒരു മണ്ടനാണ്. ജിൻഡു ഒരു വെൽ പ്ലേ ഗെയിമാണ്. മെൻ്റലി ഡൗൺ ആയിട്ടുണ്ട് പുള്ളിക്കാരൻ, അത് ഒറ്റയ്ക്ക് കയറി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്ത ഫിസിക്കലി പുള്ളിക്കാരനെ തളർത്താൻ നോക്കി കഴുത്തി പിടിച്ച് ഞെരിക്കുന്നു. എന്നിട്ട് പുള്ളിക്കാരൻ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അയ്യോ 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 എന്ന് പറഞ്ഞ കരച്ചിലാണ് നിങ്ങളെല്ലാവരും സ്ഥിരം പതിവ്. മൂന്നാമത്തെ കാര്യം, പുള്ളിക്കാരൻ ആരെങ്കിലും ഒന്ന് തൊട്ടാൽ മതി, അപ്പോഴത്തേനും നിങ്ങളെല്ലാം കിടന്ന് വിളി തുടങ്ങും. നാലാമത്തെ കാര്യം, ജിൻഡോ എന്നൊരു വെൽ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ്, ഗെയിം ഫിസിക്കലി ഫുൾ ഗെയിമും ആക്റ്റീവായിട്ട് നിൽക്കുന്നൊരു ഗെയിമറാണ് ജിൻഡോ എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അല്ലാതെ ഞങ്ങൾ ഇന്നേ വരെ കേരള സമൂഹത്തിലുള്ള ജിൻഡോ ഫാൻസ് ആയാലും ജിൻഡോ ഫാൻസ് അല്ലാത്തവരായപ്പോലും ബിഗ് ബോസ് കാണുന്നവരായപ്പോലും സാധാരണക്കാരായപ്പോലും ഇന്നേ വരെ ആരും പറഞ്ഞിട്ടില്ല ജിൻഡോ എന്ന വ്യക്തി ഒരു മണ്ടനെന്ന്. പക്ഷേ നിങ്ങളാണ് അത് മുദ്ര കുത്തുന്നത്. നിങ്ങൾ 16 പേർക്കാണ്, നിങ്ങളുടെ കണ്ണിൽ മാത്രമാണ് കാണുന്നത് ജിൻഡോ എന്ന വ്യക്തി ഒരു മണ്ടനാണെന്ന്. പക്ഷേ നമ്മുടെ മുന്നിൽ ജിൻഡോ എന്ന വ്യക്തി ഒരു മണ്ടനായിട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ജിൻഡോ ഫാൻസ് മക്കളെ കയറി വന്ന് കമൻറ്റ് ഇടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ജിൻഡോ എന്ന വ്യക്തി പുള്ളിക്കാരൻ ചെയ്ത അച്ചീവ്മെൻ്റ് ഒന്നുമില്ല. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങളെല്ലാവരും മണ്ടനെന്ന് നിങ്ങൾ മുദ്ര കുത്തുകയാണ്. ഇപ്പോൾ 70 ദിവസമായി, 100-ാം ദിവസം പുള്ളിക്കാരൻ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും ആ മണ്ടനെന്ന് വിളിച്ച വ്യക്തിയെ നിങ്ങളെല്ലാവരും കൂടെ ബുദ്ധിമാൻ എന്ന് വിളിപ്പിക്കും. കാര്യം അതിൻ്റെ അകത്തുള്ളവർ മാത്രമാണ് കിടന്ന് വിളിക്കുന്നത് മണ്ടൻ. ജിൻഡോയെ മണ്ടനെന്ന് വിളിക്കുന്നത്, പുറത്തുള്ളൊരു മനുഷ്യന് വിളിക്കുന്നില്ല. കാര്യം പുറത്തുള്ളവർക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അതൊരു നല്ലൊരു ഗെയിമാണ്, ആ ഗെയിം ഇങ്ങനെ കളിക്കാം എന്നാണ്. പക്ഷേ പുള്ളിക്കാരൻ എല്ലാവരും ഫിസിക്കലി മെൻ്റലി ഡൗൺ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോഴും പുള്ളിക്കാരന് ചെതിർത്ത് നിന്നേ പറ്റൂ. പുള്ളിക്കാരൻ എത്രയോ പേര് എത്രയും വൃത്തിഹീനമായ രീതിയിൽ 18+ വാക്കുകൾ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ജിൻഡോ പറയുന്നില്ലേ? ജിൻഡോയും പറയുന്നുണ്ട്. ഇവർ പരസ്പരം 18+ വാക്കുകൾ പറഞ്ഞാണ് അന്നൊരു സിറ്റുവേഷൻ ഉണ്ടായത്. നിങ്ങളെല്ലാവരും ഓർമ്മ ഉണ്ടെന്ന് തോന്നുന്നു. ഗബ്രിയും ജിൻഡോയും നല്ല രീതിയിലുള്ള ഇറിറ്റേഷൻ വാക്കുകൾ പറഞ്ഞ് ലാസ്റ്റ് ലാലേട്ട പുറത്താക്കാൻ പോയപ്പോൾ ജിൻഡോ പറയുന്നത്, ലാലേട്ട ഞങ്ങളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങളെ ജനം എങ്ങനെ ഏറ്റെടുക്കുന്ന ലാലേട്ട, അത്രയ്ക്ക് അങ്ങനെ വിടല്ലേ ലാലേട്ട, ഞങ്ങളിനി ഒന്നും പറയല്ലേ ലാലേട്ട എന്ന് പറഞ്ഞ് അവരെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഗബ്രിയെ യാതൊരു തരത്തിലും ആക്റ്റീവല്ല, വോട്ടില്ല, ജനങ്ങളില്ലാതെ പറഞ്ഞു വിടുകയും ഇപ്പോഴും ബിഗ് ബോസിലെ ബുദ്ധിമാൻ എന്ന് പറയുന്ന ജിൻഡോ ഗെയിം കളിച്ച് ഇപ്പോഴും എൻ്റെ വോട്ടിംഗ് ലിസ്റ്റിൽ, എൻ്റെ ബിഗ് ബോസിൻ്റെ വോട്ടിംഗ് ലിസ്റ്റ് നിങ്ങളെടുത്ത് നോക്കിയാൽ മനസ്സിലാവും, ടോപ്പ് 1 ആരെന്ന് മനസ്സിലാവും. ഞാനിപ്പോഴും പറയുന്നത് എൻ്റെ ബിഗ് ബോസിലെ വോട്ടിംഗ് നിങ്ങളെടുത്ത് നോക്കണം. ഒരു 3 ദിവസം മാത്രമാണ് ജാസ്മിൻ എന്ന വ്യക്തി മുമ്പിൽ നിന്നത്. ബാക്കിയുള്ള എല്ലാ ദിവസവും നിൽക്കുന്നത് ജിൻഡോയാണ്. ഇപ്പോഴും 5 ലക്ഷം വോട്ട്, 5 ലക്ഷം ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടല്ലേ ഇപ്പോഴും ജിൻഡോ എന്ന വ്യക്തി മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നവർ ജിൻഡോ എന്ന വ്യക്തി ഒരു മണ്ടനല്ല. ഈസ് എ നമ്പർ 1 ഗെയിമർ, ഈസ് എ ബ്രില്യൻ ഗെയിമർ, ഈസ് എ മൈൻഡ് ഗെയിമർ, ഈസ് എ അൺസ്റ്റോപ്പബിൾ ആൻക്രിബിൾസ്. സോ ഗേസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ ബൈ. ജിൻഡോ ഫാൻസ് എല്ലാവരും വന്ന് ലൈക്ക് അടിച്ച് കമൻറ്റ് ഇട്ട് തകർക്കളിയാ, വാടാ കയറി വന്ന് തീയും പോകെ പറപ്പിക്കളിയാ. സോ ഗേസ്, ജിൻഡോ ഫാൻസ് മക്കളെ കയറി വാടാ. ഒരുപാട് വീഡിയോസ് ഇടുമ്പോൾ എല്ലാവരും വരുന്നത് ജിൻഡോയെ കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ ജിൻഡോ ഫാൻസ് കമോൺ, പവർ ഓഫ് ജിൻഡോ. കൂടാതെ ഇന്ന് മാത്രമല്ല 2 ദിവസം വോട്ടിംഗ് ഉണ്ട്. ജിൻഡോ ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹോട്ട്സ്റ്റാർ കയറി വോട്ടിടുക. കൂടാതെ ജിൻഡോയ്ക്ക് വോട്ട് ഇട്ടില്ലെങ്കിൽ പോലും ജിൻഡോ ഫസ്റ്റാണ്. കാര്യം അത്രത്തോളം ലീഡുണ്ട്. പക്ഷേ ജിൻഡോ സെക്കൻഡ് ആവാൻ പാടില്ല. സോ ഗേസ്, ജിൻഡോ ഫാൻസ് ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും 2 ദിവസം ഉണ്ട്, നിങ്ങൾ വോട്ടിടുക. ജിൻഡോയ്ക്ക് ആണ് ഇപ്പോൾ ഫസ്റ്റ് നിൽക്കുന്നത്. പക്ഷേ ഏത് നിമിഷം വേണമെങ്കിൽ ജാസ്മിൻ എന്ന വ്യക്തി മുന്നോട്ട് വരാം. സോ ഗേസ്, ജിൻഡോ ഫാൻസ് എല്ലാവരും തന്നെ ഇനിയും 2 ദിവസം കട്ടയ്ക്ക് വോട്ടിട്ട് കഴിഞ്ഞാൽ ജിൻഡോ എന്ന വ്യക്തിയെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാം. സോ ഗേസ്, എന്തായാലും
നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ. ഇതൊരു PR കാര്യങ്ങളോ അങ്ങനെ ഒന്നുമല്ല. ഈ ഒരു ടോക്ക് കണ്ടപ്പോൾ ഞാൻ സംസാരിച്ചതേ ഉള്ളൂ. ഞാൻ എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്നുണ്ട്, ഇന്നൊരാളെ പർട്ടിക്കുലർ എടുത്ത് പറയുന്നതല്ല, എല്ലാവർക്കും വേണ്ടി ഞാൻ സംസാരിക്കുന്നുണ്ട്. സോ ഗൈസ്, എൻ്റെ ചാനൽ നോക്കിയാൽ മനസ്സിലാവും. സോ ഗൈസ്, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, നോട്ടിഫിക്കേഷൻ വരുമ്പോഴും സൗണ്ട് കേൾക്കും. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകാവുന്നവർക്ക് പോകാവുന്നതാണ്. സോ ഗൈസ്, അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൂം.